ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനെയൊക്കെയോ? മൊട്ടേന്ന് വിരിഞ്ഞില്ലല്ലോ. നമസ്കാരം, ഞാൻ ഡോക്ടർ ട്രേസി മോൾ മത്തായി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഫ്രം മൈൻഡ് ബ്യൂട്ടി, ലെറ്റ് അവർ മൈൻഡ് ഷൈൻ. കുട്ടികൾ റോൾ പ്ലേ ചെയ്യുന്നത് സ്വാഭാവികമാണ്. അത് അവരുടെ സ്വാഭാവിക വളർച്ചയെ സഹായിക്കുന്നു. കഞ്ഞിയും കറിയും വെച്ച് കളിക്കുക, ടീച്ചറുടെ റോൾ പ്ലേ ചെയ്യുക, കട നടത്തുക, മാർക്കറ്റ് ഉണ്ടാക്കി കളിക്കുക, ഇങ്ങനെ പല കാര്യങ്ങൾ കളിക്കാറുണ്ട്. എല്ലാം നല്ലത് തന്നെയാണ്. അച്ഛനും അമ്മയുമായി കളിക്കുക, കല്യാണം നടത്തുക, പ്രസവിച്ച് കിടക്കുക, കുഞ്ഞിനെ ചിലർ പാലൂട്ടുന്നു, കുളിപ്പിക്കുന്നു, വലിയ ആൾക്കാരെ പോലെ ഡ്രസ്സ് ചെയ്യുന്നു, എക്സ്ട്രാ ഫിറ്റിങ്സ് എല്ലാം വെച്ച്. ഇതെല്ലാം കാണുമ്പോൾ വീടുകളിലെ പാരൻസോ പാരന്റ് ഫിഗേഴ്സോ അവർ ഇമോഷണലി ആൻഡ് മെന്റലി സെക്ഷുവലി ഹെൽത്തി അല്ല എങ്കിൽ അവർ ശിക്ഷിക്കുകയും നാണം കെടുത്തുകയും കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇത് വളരെ അൺഹെൽത്തി പാറ്റേൺസ് പ്രൊഡ്യൂസ് ചെയ്യാനും ഒരുപാട് അപകടകരമായ രീതിയിലേക്ക് കൊണ്ടെത്തിക്കാനും കാരണമാകാറുണ്ട്. ഇത് പറയുമ്പോൾ ഞാനൊരു കേസ് ഓർക്കുകയാണ്. ഒരു 10 വയസ്സുള്ള ഒരു ആൺകുഞ്ഞ് അടുത്ത വീട്ടിലെ കുട്ടികളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി ഒരു ഡോക്ടറായിട്ടാണ് റോൾ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരു 7 വയസ്സുള്ള അടുത്ത വീട്ടിലെ പെൺകുഞ്ഞിനെ, വയറുവേദനയായിട്ട് വന്ന പെൺകുഞ്ഞിനെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടിയുടെ കുട്ടിയുടെ ഫ്രോക്ക് ലിഫ്റ്റ് ചെയ്തതിന് ശേഷം വയറ് നെക്കി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കുട്ടിയുടെ അമ്മ കടന്നു വരുന്നു. വീടിന്റെ വരാന്തയിൽ വെച്ചാണ് ഇത് കാണുന്നത്. അമ്മ കാണുന്നത് അമ്മയുടെ മാനസികമായ അൺഹെൽത്തി ആയിട്ടുള്ള സെക്ഷൽ ആയിട്ടുള്ള പാറ്റേൺസിന്റെ ഫലമായിട്ട് അമ്മ ആ കുഞ്ഞിനെ കണ്ടമാനം ശിക്ഷിക്കുകയാണ് ഉണ്ടായത്. എന്താണ് ഏതാണെന്ന് പോലും ചോദിക്കാതെ. കാന്താരി മുളക് ഒരു മിക്സിയുടെ ബൗളിൽ അരച്ച് അതിനെ അത് കുടിപ്പിക്കുകയാണ് ഉണ്ടായത്. മേലാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ, നീ ഇപ്പോഴിങ്ങനെയാണെങ്കിൽ നീ കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ചോദിച്ച് ഒരു മെഡിക്കൽ എമർജൻസി ആകുകയും ഒരുപാട് പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടാണ് ആ കുട്ടിയുടെ മെന്റൽ ഹെൽത്ത് ഒന്ന് തിരിച്ചെടുക്കാനായിട്ട് സാധിച്ചത്. ഇതുപോലെയുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ സെക്ഷൽ പെർവേർഷൻ അല്ലെങ്കിൽ സെക്ഷൽ അവേർഷൻ, ആന്റി സോഷ്യൽ എലമെന്റ്, ഈ രീതിയിലുള്ള ആന്റി സോഷ്യൽ ടെൻഡൻസി, ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ആകാനായിട്ട് വേറെ എന്തെങ്കിലും വേണോ? ഇതുപോലുള്ള കാര്യങ്ങൾ കുട്ടികളുടെ ആത്മവിശ്വാസം തകർത്ത് ജീവിതകാലം മുഴുവൻ അവർ ചെയ്യാത്ത കാര്യത്തിന്റെ കുറ്റബോധവും പേറി തിക്താനുഭവങ്ങളിലൂടെ വളരെ ഭാരപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥ കടന്നു വരാൻ സാധിക്കും. ഭാരപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലൂടെ ജീവിതകാലം മുഴുവൻ കടന്നു പോകേണ്ടതായിട്ട് വരും. അതിന് മാറ്റം വരണമെങ്കിൽ അവർക്ക് നല്ല അവബോധം കിട്ടുക തന്നെ ചെയ്യണം. കുട്ടികളുടെ പെരുമാറ്റത്തെ സിറ്റുവേഷണലി അപ്രോപ്രിയേറ്റ് ആയിട്ട് റെഗുലേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് സ്നേഹത്തോടെ, കരുതലോടെ, ക്ഷമയോടെ, കരുണയോടെ വേണം ചെയ്യാനായിട്ട്. ആരോഗ്യകരമായ, സന്തോഷമായ ഒരു തലമുറ നമുക്ക് ആവശ്യമുണ്ട്. എന്തെന്നാൽ സന്തോഷമായി ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ്. ബിക്കോസ് ഹാപ്പിനെസ് ഈസ് അവർ ബർത്ത് റൈറ്റ്. മൈൻഡ് ബ്യൂട്ടി ഇനി മറ്റു വിഷയമായി അടുത്ത എപ്പിസോഡിൽ.